എങ്ങനെയാണ് തിരിച്ച് ഈ കോട്ടകളെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്? SFI എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച. ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും അതിന് വരെ മുടക്ക് വരുത്തിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ. അപ്പോൾ അത്തരത്തിൽ പൊതുപരീക്ഷ നടത്താൻ പോലും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കണമെന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ അവകാശങ്ങൾക്ക് ഒരു നിഷേധം ഉണ്ടായാൽ ആ അവകാശത്തിന് വേണ്ടി തെരുവിലിറങ്ങാനും പറ്റിയതായിരിക്കണം ഒരു പ്രസ്ഥാനം. ഈ SFIക്കാർ പൊതുവെ ഈ സിനിമകൾ കണ്ട് അതിന് പുറകെ പോകുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭയപ്പെടുത്തി അതിന് പുറകെ പിള്ളേരെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത കലാലയങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFI എന്ന് പറയുന്ന അതിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ അവർക്ക് അറിയാൻ പാടില്ലാത്തത്. ഈ കലാലയ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുമ്പോൾ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ മിവയെ പോലുള്ള യുവനിരയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വാധീനം വളരെ വലുതാണ്. എങ്ങനെയാണ് തിരിച്ച് ഈ കോട്ടകളെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത്? ഒരു SFI എന്ന് പറയുന്ന സംഘടന ഒരു സംഘടനയെ തരം താഴ്ത്തി പറയുന്നതല്ല, പക്ഷെ ഒരു ക്യാമ്പസിൽ ഇപ്പറയും നമ്മൾ ജനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ 10 വർഷക്കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എത്രയോ കലാലയങ്ങൾ വൈസ് ചാൻസലർമാരില്ല, പ്രിൻസിപ്പാൾമാരില്ല, അങ്ങനെ നാഥനില്ല കളരികളായിട്ട് ഈ വിദ്യാഭ്യാസ മേഖല പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ കുത്തഴിഞ്ഞ പോലെ പോകുമ്പോൾ, അതിനൊരു നേതൃത്വം കൊടുക്കാൻ ഒരാളില്ലാത്ത രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഭരിക്കുന്ന സംഘടന അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIക്ക് സാധിച്ചിട്ടില്ല. SFI എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് സൈലന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച അത് നമ്മൾ കാണാറുള്ളതാണ്. KSU ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ സ്വന്തം പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആരോടായാലും മുഖത്തു നോക്കി ചോദ്യം ചോദിച്ചതിനും വോട്ട് പോയിട്ടുള്ള പാരമ്പര്യം തന്നെയാണ് കേരള വിദ്യാർത്ഥി യൂണിയനുള്ളത്. ഒരെണ്ണ സമരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്, സമരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇത്രയും ഏറ്റവും പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്, ഏറ്റവും പ്രായമുള്ള പ്രസ്ഥാനവും കേരള വിദ്യാർത്ഥി യൂണിയനാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നയിച്ച പാരമ്പര്യം കേരള വിദ്യാർത്ഥി യൂണിയനാണ്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഓരോ വിഷയങ്ങളിലും എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് വെച്ചിട്ട് എന്ത് അന്യായവും വിദ്യാർത്ഥികൾക്ക് നേരെ കാണിക്കാം എന്നുള്ള ഒരു മനോഭാവം കേരള വിദ്യാർത്ഥി യൂണിയനില്ല. അങ്ങനെ ഈ 10 വർഷക്കാലമായിട്ട് ഈ പറയുന്ന LDF CPM എന്ന് പറയുന്ന സംഘടനയുടെ അടിമകളായിട്ട് മാറിയ ഒരു SFIക്കാരെയാണ് നമ്മൾ കണ്ടത്. ഏതോ ഒരു ഗവർണർ ഏതിലെങ്കിലും കാർ ഓടിച്ചു പോകുമ്പോൾ മാത്രം വാലും പൊക്കി മാറുന്ന, സമരം ചെയ്യാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു സംഘടന മാത്രമായിട്ട് SFI മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സമരങ്ങളോട് സമീപിക്കുന്ന രീതി, പോലീസിന്റെ രീതി, KSUക്കാർ സമരത്തിന് ഇറങ്ങുമ്പോൾ ആ സമരത്തെ അടിച്ച് ഒതുക്കുന്ന രീതിയും, അതുപോലെ SFI സമരത്തിന് ഇറങ്ങുമ്പോൾ അവരെ താലോലിക്കുന്ന, അവരെ വാത്സല്യത്തോടുകൂടെ പെരുമാറുന്ന, ബാരിക്കേഡ് അവർക്ക് വേണ്ടി അഴിച്ചു മാറ്റുന്ന, അവരെ കയറ്റി ബാരിക്കേഡ് കടന്ന് പോകാൻ അനുവദിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ മനോഭാവം മാറുമ്പോൾ അത് ഇവിടെയുള്ള പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള വെറും ഒരു പുകമുറ മാത്രമാക്കി SFIക്കാരെ മാറ്റുന്ന, DYFIക്കാരെ മാറ്റുന്ന ഒരു രീതി ഈ ഒരു ഗവൺമെന്റിനുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുന്ന വിദ്യാർത്ഥികൾ, ഈ സമൂഹത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളാണ്. ഇന്നും വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുമ്പോൾ 1 രൂപ ST കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ, ബസ് കൺസെഷൻ കൊടുത്ത് പോകുന്നുണ്ടെങ്കിൽ അത് നേടിക്കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് കേരള വിദ്യാർത്ഥി യൂണിയൻ എന്നാണ്, ഒരിക്കലും SFI എന്നുള്ളതല്ല. ഇവിടെ ക്യാമ്പസുകളിൽ പോയി ഏതെങ്കിലും ഒരു അവകാശത്തിന്റെ അത് നേടിക്കൊടുത്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാനായിട്ട് SFIക്കാർക്ക് പറ്റും. പക്ഷെ ആധികാരികമായിട്ട് വിദ്യാർത്ഥികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് നേടിത്തന്നിട്ടുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം SFIക്കാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കൊടുക്കുകയും അവരെ അതിനെ സംരക്ഷിക്കാനും ഉള്ള ഒരു കടമ കൂടി ആ പ്രസ്ഥാനത്തിനുണ്ടാകണം. ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് അതിനുണ്ടാകണം. കാലാകാലങ്ങളായി ബസ് കൺസെഷൻ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ, ഗ്രാൻസ്, പ്രീ മെട്രിക് അടക്കമുള്ള സ്കോളർഷിപ്പുകൾ കാലങ്ങളായി വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ കിട്ടുന്നില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ
കോളേജിലെ ഫീസും ഒക്കെ എടുത്തതിന് ശേഷമുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കോളർഷിപ്പായിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു തുക വരുമായിരുന്നു. ആ തുക ഇന്ന് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ടോ? കോളേജിൽ പഠിക്കുന്ന കലാലയങ്ങളിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ എത്രയോ നാളുകളായിട്ട് അത് പെൻഡിങ്ങിലാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ ഉച്ചക്കഞ്ഞി പോലും മുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും അതിന് വരെ മുടക്ക് വരുത്തിയ ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ. അപ്പോൾ അത്തരത്തിൽ പൊതുപരീക്ഷ നടത്താൻ പോലും പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കണമെന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെ എടുത്താൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസമില്ല, സംസ്കാര വകുപ്പ് മന്ത്രി എന്ന് പറയുമ്പോൾ സംസ്കാരമില്ല. എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും സമൂഹത്തിന് യോജിക്കാത്ത തരത്തിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയുടെ മകൻ, ഒരു MLA പ്രതിഭ എന്ന് പറയുന്ന MLA മകൻ, കനിവ് എന്ന് പറയുന്ന മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോൾ ആ മകനെ എത്ര തന്നെ സ്വന്തം മകനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ മകനെ വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്ന, വല്ലാതെ അങ്ങ് ന്യായീകരിക്കുന്ന ഒരു മാതാവിനെ നമ്മൾ കണ്ടു. ഒരു ജനപ്രതിനിധി അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി മകനെ ന്യായീകരിച്ച ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ ആ വേദിയിൽ പ്രസംഗിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഞാൻ പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്, കുട്ടികളായാൽ ലഹരിയൊക്കെ ഉപയോഗിക്കും, കുട്ടികളായ കുറച്ച് ഒരു പഫൊക്കെ എടുത്തുനിന്നിരിക്കും എന്നൊക്കെയുള്ള രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ മുന്നിലിരുന്നു കൊണ്ട് സമൂഹത്തോട് മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഘോരം പ്രസംഗിക്കുന്ന തരത്തിൽ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി മാറിയാൽ, അപ്പോൾ ആ ഒരു മന്ത്രിസഭ തന്നെ എടുത്തു നോക്കിയാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു മന്ത്രിസഭയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ അവകാശങ്ങൾക്കൊരു നിഷേധം ഉണ്ടായാൽ ആ അവകാശത്തിനു വേണ്ടി തെരുവിലിറങ്ങാനും പറ്റിയതായിരിക്കണം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിലേക്ക് വന്നാൽ ഞങ്ങൾ സീനിയേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ റാഗിങ്ങിന് വിധേയമാക്കുന്ന ഒരു രീതി, അതൊക്കെ കാലപ്പഴക്കം വന്നത് പോയതാണ്. അതൊക്കെ ഇവിടെ നിന്ന് തുടച്ചു നീക്കിയതാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളൊക്കെ കണ്ടതാണ്. ഒരു വിദ്യാർത്ഥിയെ നിവർത്തി കിടത്തിയിട്ട്, നഗ്നനാക്കി കിടത്തിയിട്ട് ആ വിദ്യാർത്ഥിയുടെ ദേഹമാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവിലേക്ക് ടോയ്ലറ്റ് കഴുകുന്ന ലോഷൻ മുറിവാസകലം ഒഴിച്ചിട്ട് ആർക്കായാലും ഒന്ന് അലറിക്കരയാൻ തോന്നും. അങ്ങനെ കരയാതിരിക്കാൻ അവൻ്റെ വായിൽ തുണി തിരികെ കയറ്റി വെച്ചിട്ട് അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കുത്തിവെച്ചിട്ട് ആ കിടന്ന് പിടയുന്ന ഒരു കുട്ടിയുടെ ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്തേക്ക് വരാതെ ഇങ്ങനെ വീർപ്പ് മുട്ടിച്ചിട്ട് അതിൻ്റെ വേദനയിൽ ചുറ്റുമിരുന്ന് ആ വേദന ഇങ്ങനെ പുറത്തേക്ക് കരച്ചിൽ പോലും സ്വരം പോലും വരാത്ത ഒരു വ്യക്തി, ഒരു കുട്ടിയുടെ ആ ഒരു വിഷമം ആസ്വദിക്കുന്ന ഒരു പറ്റം ആളുകൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരായാൽ അങ്ങനെ ആകരുത് ഒരു വിദ്യാർത്ഥി സംഘടന ഒരിക്കലും. ഒരു കാര്യങ്ങൾ കലാലയങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ SFI എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്ക്, ഇപ്പൊ എൻ്റെ കോളേജിലാണെങ്കിൽ SFI നേതാവാണ്. ഞാൻ ഒരു ദിവസം ചോദിച്ചു SFIയുടെ ഫുൾ ഫോം എന്താണ് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കലാലയങ്ങളിൽ SFIയുടെ ഗതി എന്ന് പറയുന്നത്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ KSUയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് കോൺഗ്രസിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്, അവർ പറയുന്ന പൊളിറ്റിക്കൽ വ്യൂസിനെ പറ്റി വ്യക്തമായ ധാരണയുള്ളവരാണ്. അപ്പോൾ ഈ SFIക്കാർ പൊതുവെ ഈ സിനിമകൾ കണ്ട് അതിന് പുറകെ പോകുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭയപ്പെടുത്തി അതിന് പുറകെ പിള്ളേരെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത കലാലയങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ഓളമാണ്. ഒരു ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരുപാട് സിനിമകൾ, വിപ്ലവ ഗാനങ്ങൾ, വിപ്ലവ സിനിമകൾ, ഒരു ചുമന്ന കുടി പിടിച്ച സഖാവ്, ഒരു ചുമന്ന ഷർട്ടിട്ട ടൊവിനോ അഭിനയിച്ച ഒരു സിനിമയാണെങ്കിൽ ഞാൻ ആ പാർട്ടിയിൽപ്പെട്ടതാണ്, ഞാൻ ചുവപ്പാണ്, എൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത് ചോരയാണ്, അതിൻ്റെ കളറ് ചുവപ്പാണ്, അതുകൊണ്ട് ചുവന്ന കൊടിയോ ഒരു വെള്ളയിൽ ചുവന്ന നക്ഷത്രം എവിടെയുണ്ടോ അവിടെയാണ് ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കൂ, അത് ഒരു വികാരമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡിനൊപ്പം പോകുന്ന ഒരു വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് SFI എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ അവർക്ക് അറിയാൻ പാടില്ലാത്തതും. ഈ KSU എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ആ പ്രസ്ഥാനത്തെ അറിഞ്ഞു വരുന്നവരാണ്. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുത്താൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു കുടുംബമാണെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഞാൻ സ്വാഭാവികമായിട്ടൊരു SFIക്കാരിയായിട്ട് മാറി ഒരു ഒഴുക്കിൻ്റെ ഒപ്പം പോകേണ്ട ഒരു ആൾ തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നപ്പോൾ ഞാനും കണ്ടത് പകുതിയിലധികം വരുന്ന SFIയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെയാണ്. ഞാൻ
വനിതാ പോളിടെക്നിക്കിലേക്ക് കളമശ്ശേരി പോളിടെക്നിക്കിൽ ചെന്നപ്പോൾ അവിടെ KSU എന്ന് പറയാനായിട്ട് വിരലിലെണ്ണാവുന്ന 3-4 വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വളർന്നു വരുന്ന കാലങ്ങളിൽ എന്നെ ഒരുപാട് SFIയുടെ പരിപാടികളിലൊക്കെ എൻ്റെ വീട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അതിനോടൊന്നും ആ കാലയളവിലൊന്നും തോന്നാത്തൊരു ആകർഷണം എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തോട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, എൻ്റെ ജീവനേക്കാൾ വലുതാണ് എൻ്റെ രാജ്യമെന്ന് പറഞ്ഞ, എൻ്റെ ജീവൻ ഇവിടെ പൊലിഞ്ഞു വീണാലും എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത് എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ തിരിച്ചറിവില്ലാത്ത കാലത്ത് പല വഴിയിലും പല പ്രസ്ഥാനങ്ങളുടെയും പല രീതിയിൽ നമ്മൾ പോകും. പക്ഷെ തിരിച്ചറിവാകുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ, ഏത് വഴിയിലൂടെ, ഏത് പ്രസ്ഥാനത്തിന് വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാലം കുറെ കഴിയുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുക എന്നുള്ളത്. അതിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ഞാൻ ആ ക്യാമ്പസിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഇല്ലാത്ത എൻ്റെ പ്രസ്ഥാനം കേരള വിദ്യാർത്ഥി യൂണിയൻ, എനിക്കവിടെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അവിടെ പകുതിയിലധികം വരുന്ന SFIക്കാർ പറയുന്ന ആശയങ്ങൾ അതിലെത്രമാത്രം കഴമ്പുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ എൻ്റെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണം എന്നുള്ള ഉറച്ച ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് അവിടെ 3-4 വരുന്ന KSUക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് ഉറക്കെ ആ ക്യാമ്പസ് മുഴുവൻ കേൾക്കുന്ന രീതിയിൽ KSUവിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത്. കാലങ്ങളായി ആ ക്യാമ്പസ് തിരിച്ചു പിടിക്കാനും KSUവിന് വേണ്ടി തിരിച്ചു പിടിക്കാനൊക്കെ സാധിച്ചു. അവിടെ ഞങ്ങൾ KSUവിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തുടങ്ങിയ ഒരു സംരംഭമുണ്ട്, പാതയം എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതിയിൽ നിന്നാണ് KSUവിന് അവിടെ തുടക്കം കുറിച്ചത്. മഹാത്മാഗാന്ധി കൊണ്ടുവന്ന വിശക്കുന്ന വയറിന് ഒരു പൊതിച്ചോറ് എന്നുള്ള ഒരാശയത്തിൽ നിന്നുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും ആ ക്യാമ്പസിലെ ഒരു ചെറിയ അവിടുത്തെ സ്റ്റാഫ്, ഒരു പ്യൂൺ മുതൽ അവിടുത്തെ പ്രിൻസിപ്പൽ വരെ ഒരു പൊതിച്ചോറ് ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം കൊണ്ടുവന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സെഹിയോൻ പ്രേക്ഷിത സംഘം എന്ന് പറയുന്ന ഒരു ജൂഡ്സൺ ചേട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രേക്ഷിത സംഘമുണ്ട്. ആ ചേട്ടൻ ഒരു ഒമിനിയായിട്ട് വരും. ഞങ്ങൾ ഈ വെള്ളിയാഴ്ച കളക്ട് ചെയ്ത മുഴുവൻ പൊതിച്ചോറും ആ ചേട്ടൻ്റെ വാഹനത്തിൽ കയറ്റും. ആ ചേട്ടൻ കൊണ്ടുപോകുന്ന ഒരു കോളനിയിലേക്കാണ്, തോപ്പുംപടിയിലുള്ള ഒരു കോളനിയിലേക്കാണ്. ആ കോളനിയിലേക്ക് ഈ വാഹനം കടന്നു ചെല്ലുമ്പോൾ ആ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടിയെടുക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, വിശന്ന് വലഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ സംതൃപ്തരായത് ആ വിശക്കുന്ന ഒരു വയറിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള സംതൃപ്തിയുടെ പുറത്താണ് ഞങ്ങൾ ആ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിച്ചത്. ആ പ്രസ്ഥാനത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആ ആശയങ്ങൾ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും വിപ്ലവഗാനങ്ങളിൽ മനുഷ്യനാവണമെന്ന് പറഞ്ഞിട്ട് മനുഷ്യത്വം ആ 4 അക്ഷരം രോമത്തിൽ പോലും ഇല്ലാത്ത രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പോലെയല്ല. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള മുഴുവൻ കോട്ടകളെയും പൊളിച്ചുകൊണ്ട് കാലാകാലങ്ങളായുള്ള ട്രെൻഡിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മാറണം എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് കുസാറ്റ് അടക്കം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം, കാർഷിക സർവകലാശാല അടക്കം മുഴുവൻ ക്യാമ്പസുകളിലും ഇന്ന് എടുത്തു പറയുന്ന ഭരിക്കുന്ന പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള വിദ്യാർത്ഥി യൂണിയനാണ്. അത്തരത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചെങ്കിൽ ആശയങ്ങൾ കൊണ്ടുള്ള പോരാട്ടം കൊണ്ടാണ്, ഒരിക്കലും ആയുധങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന പോരാട്ടം കൊണ്ടല്ല. അതെ, മിവയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ഷഹബാസിന്റെ പിതാവാണ്. അത് രാഷ്ട്രീയപരമായുള്ള ബന്ധം കൊണ്ടാണോ അതോ പേഴ്സണലി ഉള്ള ബന്ധം കൊണ്ടാണോ, എന്തായിരുന്നു അതിൽ സംഭവിച്ചത്? ഷഹബാസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും മറക്കാൻ പറ്റാത്ത ഒരു മുഖമാണ്. ഷഹബാസ് അത് ഈ കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഷഹബാസിനെ ഒരു 15 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ അവരുടെ കൂടെ തന്നെ പഠിക്കുന്ന സഹപാഠികൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണ്. അതും നഞ്ചക്ക് പോലുള്ള മാരകായുധം ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ആ കുട്ടി മരിച്ചതാണ്. ആ കുട്ടിയുടെ മരണവാർത്ത, ഇങ്ങനെ ഒരു കുട്ടിയെ തല്ലി പരിക്കേൽപ്പിച്ചു, നേരിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കും വ്യക്തിപരമായിട്ട് നേരത്തെ അറിയില്ലായിരുന്നു. ഇങ്ങനെ ഷഹബാസ് ഇങ്ങനെ ഒരു കുട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ, അതും സഹപാഠികളാൽ 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ വാർത്ത കേൾക്കുകയും ആ വാർത്തയെ പറ്റി ഇങ്ങനെ ന്യൂസിലടക്കം ഇങ്ങനെ നിരന്തരം പറയുകയും അതിൻ്റെ ദൃശ്യങ്ങളും അവനെ കൊലപ്പെടുത്തിയ കുറ്റമാരോപിക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവരുടെ വോയിസ് ക്ലിപ്പുകളും ഒക്കെ ആ സമയത്ത് വൈറലായതാണ്. അതുപോലെ അവൻ്റെ ചാറ്റുകൾ.
അപ്പൊ അതിലൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ടായ ഒരു മാറ്റം തന്നെയാണ്. ഈ എന്തു തന്നെ ആയിക്കോട്ടെ, ഈ ലഹരിയാണോ എന്താണോ, വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് വന്ന വയലൻസ്, അവരുടെ അത് അനിയന്ത്രിതമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇര എന്ന വണ്ണം ഷഹബാസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി അങ്ങനെ സഹപാഠികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അവനൊരു അസുഖമില്ല, അവൻ എടുത്തു പറയാൻ ഒരു അപകടത്തിൽ മരിച്ചതല്ല. ആ കുടുംബത്തിന് ആ മകനെ നഷ്ടപ്പെട്ടത് സഹപാഠികളെ കൊല ചെയ്യപ്പെട്ടതാണ്. ആ കുടുംബത്തിന്റെ തന്നെ അത്താണിയായിട്ടുള്ള ഒരു മകനായിരുന്നു അത്. എനിക്കപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജില്ലയല്ല, എറണാകുളം ജില്ലയല്ല, കോഴിക്കോട് ജില്ലയാണ്, താമരശ്ശേരിയാണ്. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ അലോഷ്യസ് സേവറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക. കാരണം നാളെ തൊട്ടടുത്ത ദിവസം അതിനെ എന്തോ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ആ കുറ്റം ആരോപിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടു. ഒരു മകൻ മരിച്ചു, നമുക്ക് അതിലെന്തെങ്കിലും ചെയ്യണം, തക്കതായിട്ടുള്ള ശിക്ഷ ആ കുടുംബത്തിന് നേടിക്കൊടുക്കണം. അതുമാത്രമല്ല ആ കുടുംബത്തിന്റെ അവസ്ഥ, ആ ഉമ്മയുടെ കരച്ചിൽ, ഇതൊക്കെ ന്യൂസിലടക്കം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇടപെടണമെന്ന് തോന്നി. അപ്പോൾ പ്രസിഡന്റ് അതിൽ നമുക്ക് ഇടപെടാം, കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വീട്ടിലിരുന്നിട്ട് സമാധാനം കിട്ടാത്തത് കൊണ്ട് അന്ന് തന്നെ ഞാൻ താമരശ്ശേരി അങ്ങോട്ട് പോയി. ഒരാളും സത്യം പറഞ്ഞ ഒരു പാർട്ടിപരമായിട്ടൊന്നും അത്ര കാര്യമായിട്ട് ഏറ്റെടുക്കാത്തൊരു വിഷയമാണത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഇതാണ് അവിടെ സ്വാഭാവികമായിട്ടും അവിടെ ജില്ലയിലെ പ്രവർത്തകരൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി. അവിടെ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അങ്ങനെ അവിടെ ജുവനൈൽ ഹോമിൽ പ്രതിഷേധിച്ചു. ആ കുട്ടികളെ എക്സാം എഴുതിപ്പിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. SSLC എക്സാം എഴുതിക്കാൻ ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, എല്ലാം നല്ല മിടുക്കനായിട്ട് പഠിക്കുന്ന കുട്ടി, അവൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ഉമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഉമ്മ കരയുന്നത് ഇഷ്ടമില്ല. അവൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഹോൾ ടിക്കറ്റും എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മ തന്നെ എനിക്ക് ആ ഹോൾ ടിക്കറ്റ് എടുത്ത് തന്നെ, ഉമ്മാൻ്റെ കൈ കൊണ്ട് എടുത്ത് തരണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഒക്കെ വെച്ച് ആ ഉമ്മാക്ക് ആ ഹോൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. അവൻ എക്സാം എഴുതുന്നതിന് മുമ്പേ ആ മകൻ ഇല്ലാതാകുന്ന ഒരവസ്ഥ. ആ ഒരു ഉമ്മ രാത്രി നേരം വൈകിയും പാത്രം കഴിക്കും, വീട്ടിലെ ജോലികളായിട്ട് പോകുമ്പോൾ ഉമ്മ പോയി കിടന്നോ, ബാക്കി പാത്രം ഞാൻ കഴിക്കോളാം എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരൻ്റെ ഒരു മനസ്സും സ്നേഹവും. അപ്പോൾ എത്രമാത്രം ഒരു നല്ല ഒരു കുട്ടിയാണ് അത് എന്നുള്ളത്, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതെല്ലാം സമൂഹത്തിൽ വീണ്ടും ഒരു ഷഹബാസ് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു തോന്നലും ഒക്കെ തന്നെയാണ് ആ വിഷയത്തിൽ ഇടപെടാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചത്. ആ കുടുംബത്തിൽ പോയി അവരുടെ ഉമ്മാൻ്റെ കരച്ചിലൊക്കെ ആണെങ്കിലും അത് സഹിച്ച് നമ്മളും കരഞ്ഞു പോകും അവരുടെ കരച്ചിൽ കാണുമ്പോൾ. അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്കൊരു ആശ്വാസമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർത്തും അവർക്കൊരു പരിഹാരമാകുവാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ആ കൊല ചെയ്ത 6 കുട്ടികളെയും വെറുതെ വിട്ടതാണ് നമ്മൾ കണ്ടത്. ഒരു പ്രായത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടതാണ് കണ്ടത്. അപ്പോൾ നിയമത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് പ്രായം കണക്കിലെടുത്തുകൊണ്ട് വെറുതെ വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്നത്തെ നിയമ സംവിധാനത്തിലുണ്ട്. അപ്പോൾ നിയമമൊക്കെ മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹൈക്കോടതിയിലൊക്കെ അതിൻ്റെ കേസുകളും ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഈ എറണാകുളം ജില്ലയിലായതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. പൈസ കൊടുത്തോ വേറെ ഏതെങ്കിലും രീതിയിലോ ഒന്നുമല്ല എങ്കിലും അവരുടെ കൂടെ, അവർ കരയുമ്പോൾ കൂടെ കരയാനും അവർക്കൊരു ആശ്വാസമാകാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഷഹബാസിൻ്റെ ഉപ്പ എന്നെ വിളിക്കുകയും ഇങ്ങനെ തുക അത് ഞാൻ തരാമെന്ന് സന്തോഷത്തോടെ പറയുന്നതാണ്. എനിക്കത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. തീർത്തും പറയട്ടെ, ഈ ഒരു വിജയത്തിൽ ഞാനിപ്പോൾ വിജയിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും എനിക്ക് അവർ രണ്ടുപേരും, ആ ഉമ്മായും വാപ്പയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകും. അത് മാത്രമല്ല അവരങ്ങനെ ചെയ്തത്, ആ തുക എനിക്ക് ആ കൈകൊണ്ട് എനിക്ക് തന്നത് തീർച്ചയായിട്ടും അതെനിക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്, ഒരു അനുഗ്രഹം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഒരു മാതൃക തന്നെയാണ്. കാരണം ജനകീയ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അവരോടൊപ്പം നിൽക്കുമ്പോൾ അവർ നമ്മളൊരു സ്വീകാര്യമാകുന്ന ഒരു നിമിഷമാണത്. അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് സന്തോഷം അതിലുണ്ട്. ആ ഉപ്പ നിരന്തരം ഈ ഇലക്ഷനുമായിട്ട് പ്രചരണത്തിലായിരിക്കുമ്പോഴും അതിൻ്റെ റിസൾട്ട് വരാറായപ്പോഴൊക്കെ നിരന്തരം വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ മാത്രമല്ല, അത്തരമുള്ള ഒരുപാട് വിഷയങ്ങളിൽ
അത്തരമുള്ള അതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ എല്ലാവരും തന്നെ എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ അതിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാതെ അതിനൊരു അവസാനം ഒരു നല്ല പോസിറ്റീവ് എൻഡിങ്ങിലേക്ക് എത്തുന്നത് വരെ ഒരു വിഷയം എടുത്താൽ അത് എത്തിക്കണം. അത് തന്നെയായിരിക്കും ഒരു ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരുടെ ബാധ്യസ്ഥത, ഉത്തരവാദിത്വം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ, രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറയിൽ തികച്ചും എല്ലാവർക്കും വേണ്ട ഒരു ജനപ്രതിനിധിയാണ് ബിവ ജോളി എന്ന വ്യക്തി. ഇത്തരത്തിൽ യുവാക്കൾ, യുവനിര കോൺഗ്രസിനും അതുപോലെ തന്നെയല്ല കേരളത്തിലെ പൊളിറ്റിക്സിലായാലും ഇന്ത്യൻ പൊളിറ്റിക്സിലായാലും എല്ലാവരും ഉണ്ടാകണം. യുവ നേതാക്കൾ വരണം. ഇത് നാടിനാവശ്യമാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ബിവ. താങ്ക് യു.